ജീവിതത്തിൽ ചിലർക്ക് മാത്രം എപ്പോഴും ഭാഗ്യം ലഭിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവർ തൊടുന്നതെല്ലാം പൊന്നാകുന്നു. അവർക്ക് മാത്രം എപ്പോഴും മികച്ച അവസരങ്ങൾ ലഭിക്കുന്നു. അവർക്ക് മാത്രം എപ്പോഴും ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് എത്തിച്ചേരാൻ കഴിയുന്നു. ഇത് വെറുമൊരു യാദൃശ്ചികതയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതോ അവർ ജനിച്ച സമയത്തിന്റെ പ്രത്യേകതയാണോ? ഗ്രഹനിലകളുടെ സ്വാധീനമാണോ? ഒരിക്കലുമല്ല. ഭാഗ്യം എന്നത് ആകാശത്തുനിന്ന് പൊട്ടിമുളച്ച് നമ്മുടെ മടിയിലേക്ക് വീഴുന്ന ഒന്നല്ല. അത് നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുക്കുന്ന, നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്ന ഒരു കലയാണ്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ വിജയങ്ങളെ കാണുമ്പോൾ പറയാറുണ്ട്, അവന് നല്ല ഭാഗ്യമുണ്ടായിരുന്നു എന്ന്. ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരാളെ കാണുമ്പോഴോ, മികച്ച ജോലി ലഭിച്ച ഒരാളെ കാണുമ്പോഴോ, അല്ലെങ്കിൽ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ വലിയ നേട്ടങ്ങൾ കൈവരിച്ച മറ്റാരെയെങ്കിലും കാണുമ്പോഴോ നമ്മൾ അവരെ ഭാഗ്യവാന്മാർ എന്ന് വിളിക്കുന്നു. എന്നാൽ ആ വിജയത്തിന് പിന്നിൽ അവർ ഒഴുക്കിയ വിയർപ്പിന്റെയും അവരെടുത്ത റിസ്കുകളുടെയും അവർ നടത്തിയ വലിയ തയ്യാറെടുപ്പുകളുടെയും ഉറക്കമില്ലാത്ത രാത്രികളുടെയും കഥകൾ നമ്മൾ കാണുന്നില്ല. യഥാർത്ഥത്തിൽ എന്താണ് ഭാഗ്യം? പ്രശസ്തനായ ഒരു റോമൻ തത്വചിന്തകൻ സെനെക്ക വളരെ വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞിട്ടുണ്ട്, തയ്യാറെടുപ്പും അവസരവും തമ്മിൽ കൂട്ടിമുട്ടുന്നതാണ് ഭാഗ്യമെന്ന്. അതായത്, നിങ്ങളുടെ മുന്നിൽ ഒരു അവസരം വരുമ്പോൾ അത് മുതലെടുക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ആ അവസരം നിങ്ങളെ കടന്നുപോകും. പിന്നെ നിങ്ങൾ മറ്റുള്ളവരെ നോക്കി അവർക്ക് ഭാഗ്യമുണ്ടെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല. ഭാഗ്യം നിങ്ങളുടെ കൂടെ വരാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ മുന്നിൽ വരുന്ന ചെറിയ ചെറിയ അവസരങ്ങളെ എങ്ങനെ വലിയ വിജയങ്ങളാക്കി മാറ്റാം? ഇതിനായി നമ്മുടെ ജീവിതരീതിയിലും ചിന്താഗതിയിലും വരുത്തേണ്ട ചില സുപ്രധാന മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നിങ്ങളുടെ സൗഹൃദ വലയവും ബന്ധങ്ങളും വർദ്ധിപ്പിക്കുക. ഭാഗ്യവാന്മാരായ ആളുകളുടെ ഒരു പ്രധാന സവിശേഷത അവർക്ക് വലിയൊരു സൗഹൃദ വലയവും പരിചയക്കാരുടെ കൂട്ടവും ഉണ്ടായിരിക്കുമെന്നതാണ്. നിങ്ങൾക്കറിയാവുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളുടെ എണ്ണവും വർദ്ധിക്കുന്നു. നിങ്ങൾക്ക് ജോലി ആവശ്യമുണ്ടെങ്കിൽ, പുതിയ ബിസിനസ് തുടങ്ങാൻ പണം ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുതിയ ആശയം ചർച്ച ചെയ്യാൻ ആളുകളെ ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളാണ് അവിടെ സഹായത്തിന് വരുന്നത്. ആളുകളുമായി സംസാരിക്കാൻ മടി കാണിക്കരുത്. എവിടെ പോയാലും പുതിയ ആളുകളുമായി സംവദിക്കാൻ ശ്രമിക്കുക. അവരുടെ കഥകൾ കേൾക്കുക. നിങ്ങളുടെ ആശയങ്ങൾ അവരുമായി പങ്കുവയ്ക്കുക. ഓർക്കുക, ഒരു ബസ് യാത്രയിലോ ട്രെയിൻ യാത്രയിലോ നടക്കുന്ന ഒരു ചെറിയ സംഭാഷണം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോന്ന ഒരു വലിയ അവസരമായി മാറിയേക്കാം. എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറാവുക. നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്ന സഹായങ്ങൾ, അവർക്ക് നൽകുന്ന പിന്തുണകൾ എന്നിവയെല്ലാം ഒരു ദിവസം വലിയൊരു ഭാഗ്യമായി നിങ്ങളെ തേടി തിരികെ വരും. ഒരുപാട് ആളുകളെ അറിയുക എന്നത് ഒരുപാട് വാതിലുകൾ നിങ്ങളുടെ മുന്നിൽ തുറന്നിരിക്കുന്നതിന് തുല്യമാണ്. അതിൽ ഏത് വാതിലിലൂടെയാണ് നിങ്ങളുടെ ഭാഗ്യം കടന്നുവരിക എന്ന് മുൻകൂട്ടി പറയാൻ ആർക്കും കഴിയില്ല. കംഫർട്ട് സോൺ ഉപേക്ഷിക്കുക. ഭാഗ്യത്തെ ആകർഷിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പടി എന്നത് പുതിയ അനുഭവങ്ങളോടും അവസരങ്ങളോടും തുറന്ന മനസ്സ് കാണിക്കുക എന്നതാണ്. നമ്മുടെ ചുറ്റും എപ്പോഴും നിരവധി അവസരങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ മുൻവിധികൾ കാരണമോ ഭയം കാരണമോ നമ്മൾ അവയെ കാണാതെ പോകുന്നു. എപ്പോഴും ഒരേ വഴിയിലൂടെ നടക്കുകയും ഒരേ ആളുകളോട് മാത്രം സംസാരിക്കുകയും ഒരേ കാര്യങ്ങൾ മാത്രം ദിവസവും ആവർത്തിച്ച് ചെയ്യുകയും ചെയ്യുന്ന ഒരാൾക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തുവരിക. പുതിയ ആളുകളെ പരിചയപ്പെടുക. പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുക. പുതിയ പുസ്തകങ്ങൾ വായിക്കുക. നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ സാധ്യതയില്ലാത്ത എന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കുക. നിങ്ങൾ എത്രത്തോളം പുതിയ കാര്യങ്ങൾ ചെയ്യുന്നുവോ അത്രത്തോളം ഭാഗ്യം നിങ്ങളെ തേടിവരാനുള്ള സാധ്യതകളും വർദ്ധിക്കുന്നു. വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ മാത്രമേ നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ കഴിവുകൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണയാണ് ഇത്തരം കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് പ്രചോദനമാകുന്നത്. നിരന്തരമായ തയ്യാറെടുപ്പുകൾ നടത്തുക. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച തയ്യാറെടുപ്പിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അവസരങ്ങൾ എപ്പോഴാണ് നമ്മുടെ മുന്നിൽ വരിക എന്ന് ആർക്കും പറയാൻ കഴിയില്ല. അത് ചിലപ്പോൾ നാളെ വരാം, അടുത്ത മാസം വരാം, അല്ലെങ്കിൽ 5 വർഷങ്ങൾക്ക് ശേഷം വരാം. പക്ഷെ അത് വരുമ്പോൾ അത് പൂർണ്ണമായും മുതലെടുക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. അതിനായി നമ്മൾ നമ്മുടെ കഴിവുകൾ എപ്പോഴും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കണം. പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കുക. പുതിയ ഭാഷകൾ സ്വായത്തമാക്കുക. നിങ്ങളുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിവുകൾ നേടുക. ഒരു ചെറിയ ഉദാഹരണം പറയാം. നിങ്ങളൊരു ഗായകനാകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് കരുതുക. നിങ്ങൾ പാട്ടുപാടാൻ നല്ല ജന്മസിദ്ധമായ കഴിവുള്ള ആളാണ്. എന്നാൽ നിങ്ങൾ അത് ദിവസവും പരിശീലിക്കുകയോ മറ്റുള്ളവരുടെ മുന്നിൽ പാടുകയോ പുതിയ സംഗീത രീതികൾ പഠിക്കുകയോ ചെയ്യുന്നില്ല. ഒരു ദിവസം പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു വലിയ സിനിമയിൽ പാടാൻ ഒരു പ്രശസ്തനായ സംഗീത സംവിധായകന്റെ മുന്നിൽ അവസരം ലഭിക്കുന്നു എന്ന് കരുതുക. എന്നാൽ നിങ്ങൾ കൃത്യമായി പരിശീലിക്കാത്തത് കാരണം ആ അവസരം നിങ്ങൾക്ക് നന്നായി ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? അത് നിങ്ങളുടെ ഭാഗ്യമില്ലായ്മയാണോ? ഒരിക്കലുമല്ല. അത് നിങ്ങളുടെ തയ്യാറെടുപ്പില്ലായ്മ മാത്രമാണ്. അതിനാൽ എപ്പോഴും തയ്യാറായിരിക്കുക. നിങ്ങളുടെ അറിവാകുന്ന ആയുധങ്ങൾക്ക് എപ്പോഴും മൂർച്ച കൂട്ടിവെക്കുക.
പരാജയങ്ങളെ നേരിടുന്ന രീതി മാറ്റുക. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മോശം കാര്യങ്ങളെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് ഭാഗ്യവുമായി വളരെ അടുത്തു നിൽക്കുന്ന ഒന്നാണ്. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല എന്ന് വരാം. ഒരു ജോലി ലഭിച്ചില്ല, അല്ലെങ്കിൽ ബിസിനസ്സിൽ വലിയ നഷ്ടം സംഭവിച്ചു, പ്രിയപ്പെട്ടവർ നമ്മെ വിട്ടുപിരിഞ്ഞു. ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുകയോ തനിക്കെപ്പോഴും നിർഭാഗ്യമാണ് എന്ന് പറഞ്ഞ് ഡിപ്രഷനിലേക്ക് വീഴുകയോ ചെയ്യുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ വിജയിച്ച ആളുകൾ ഇത്തരം സാഹചര്യങ്ങളെ തികച്ചും വ്യത്യസ്തമായാണ് നേരിടുന്നത്. അവർ ആ മോശം അനുഭവത്തിൽ നിന്ന് നല്ല വശങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഒരുപക്ഷെ ആ ജോലി ലഭിക്കാത്തത് അതിലും മികച്ച മറ്റൊരു ജോലി ലഭിക്കാൻ വേണ്ടിയായിരിക്കാം എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. ബിസിനസ്സിലെ നഷ്ടത്തിൽ നിന്ന് അവർ തങ്ങളുടെ പിഴവുകൾ മനസ്സിലാക്കുകയും പുതിയ പാഠങ്ങൾ പഠിക്കുകയും ചെയ്യുന്നു. ഒരു മോശം അനുഭവത്തെ എങ്ങനെ പോസിറ്റീവായ ഒരു വലിയ കുതിച്ചുചാട്ടമാക്കി മാറ്റാം എന്നതാണ് അവർ എപ്പോഴും ചിന്തിക്കുന്നത്. ഈയൊരു മനോഭാവം അവരെ ജീവിതത്തിൽ തളരാതെ മുന്നോട്ടു പോകാൻ സഹായിക്കുന്നു. നിങ്ങൾ ഒരു വാതിൽ അടയുമ്പോൾ അടഞ്ഞ വാതിലിലേക്ക് തന്നെ നോക്കി സങ്കടപ്പെട്ടിരിക്കാതെ തുറക്കപ്പെടുന്ന മറ്റു 100 വാതിലുകളിലേക്ക് നോക്കാൻ ശീലിക്കുക. അവബോധവും നിരീക്ഷണ പാടവവും. ഭാഗ്യവാന്മാരായ ആളുകളുടെ മറ്റൊരു പ്രത്യേകത അവരുടെ ഉയർന്ന നിരീക്ഷണ പാടവമാണ്. അവർ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. മറ്റുള്ളവർ കാണാതെ പോകുന്ന ചെറിയ മാറ്റങ്ങളും സാധ്യതകളും അവർ പെട്ടെന്ന് തിരിച്ചറിയുന്നു. പല വലിയ ബിസിനസ് ആശയങ്ങളും ജനിക്കുന്നത് ഇത്തരം ചെറിയ നിരീക്ഷണങ്ങളിൽ നിന്നാണ്. ആളുകൾ നേരിടുന്ന ഒരു ചെറിയ ബുദ്ധിമുട്ട് ശ്രദ്ധിക്കുകയും അതിനൊരു പരിഹാരം കണ്ടെത്തുകയും ചെയ്യുമ്പോഴാണ് വലിയ സംരംഭങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങൾ പോകുന്ന വഴികളിൽ, നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ ചുറ്റുപാടുകളിൽ എന്ത് നടക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. പുതിയ ട്രെൻഡുകൾ എന്തൊക്കെയാണ്, ആളുകൾക്ക് എന്താണ് ആവശ്യമുള്ളത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ കണ്ണും കാതും എപ്പോഴും തുറന്നുവയ്ക്കുക. ശുഭാപ്തി വിശ്വാസം നിലനിർത്തുക. നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങളുടെ ജീവിതത്തെ നേരിട്ട് സ്വാധീനിക്കാൻ വലിയ കഴിവുണ്ട്. എപ്പോഴും നെഗറ്റീവായി ചിന്തിക്കുന്ന ഒരാൾക്ക് നെഗറ്റീവായ കാര്യങ്ങൾ മാത്രമേ സംഭവിക്കൂ. തനിക്ക് ഭാഗ്യമില്ല, തനിക്ക് ജീവിതത്തിലൊന്നും നേടാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും വലിയ വിജയങ്ങൾ കൈവരിക്കാൻ കഴിയില്ല. കാരണം അവരുടെ മനസ്സ് എപ്പോഴും തോൽവിക്കു വേണ്ടിയാണ് പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ എപ്പോഴും ശുഭാപ്തിവിശ്വാസത്തോടെ ഇരിക്കുന്ന ഒരാൾക്ക് വലിയ പ്രതിസന്ധികളെപ്പോലും വളരെ എളുപ്പത്തിൽ തരണം ചെയ്യാൻ കഴിയും. നിങ്ങളുടെ ചുറ്റുമുള്ള നല്ല കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ലഭിച്ച നല്ല കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നന്ദിയുള്ളവരായിരിക്കുക. പ്രയാസങ്ങൾ വരുമ്പോൾ അത് താൽക്കാലികമാണെന്നും അതിനെ മറികടക്കാൻ തനിക്ക് പൂർണ്ണമായും കഴിയുമെന്നും വിശ്വസിക്കുക. ഈയൊരു പോസിറ്റീവ് മനോഭാവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ നല്ല അവസരങ്ങളെയും ഭാഗ്യത്തെയും കാന്തം പോലെ ആകർഷിക്കും. നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസമാണ് മറ്റുള്ളവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. ഉള്ളിലെ ശബ്ദത്തെ ശ്രദ്ധിക്കുക. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മുടെ ഉള്ളിൽ നിന്നൊരു ശബ്ദം നമ്മളോട് ചില തീരുമാനങ്ങൾ എടുക്കാൻ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നിന്ന് പിന്മാറാൻ പറയാറുണ്ട്. ഇതിനെയാണ് നമ്മൾ ഉൾവിളി അല്ലെങ്കിൽ ഇൻറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഭാഗ്യവാന്മാരായ ആളുകൾ പലപ്പോഴും അവരുടെ ഈ ഉള്ളിലെ ശബ്ദത്തെ വളരെ കൃത്യമായി ശ്രദ്ധിക്കുന്നവരായിരിക്കും. അവർക്ക് പലപ്പോഴും സങ്കീർണമായ തീരുമാനങ്ങൾ എടുക്കാൻ ഈ ഉൾവിളി സഹായിക്കാറുണ്ട്. ശാന്തമായി ചിന്തിക്കുകയും ധ്യാനം പോലെയുള്ള കാര്യങ്ങൾ പരിശീലിക്കുകയും ചെയ്യുന്നത് ഈ ഉൾവിളിയെ കൂടുതൽ വ്യക്തമായി കേൾക്കാൻ നിങ്ങളെ സഹായിക്കും. എപ്പോഴും വെറും യുക്തിയെയും കണക്കുകളെയും മാത്രം ആശ്രയിക്കാതെ നിങ്ങളുടെ മനസ്സ് പറയുന്നത് കൂടി കേൾക്കാൻ ശ്രമിക്കുക. അത് ചിലപ്പോൾ നിങ്ങളെ വലിയ സാമ്പത്തിക അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചേക്കാം, അല്ലെങ്കിൽ മറ്റാരും കാണാത്ത വലിയ അവസരങ്ങളിലേക്ക് നിങ്ങളുടെ കൈപിടിച്ച് നടത്തിയേക്കാം. പ്രവൃത്തിയുടെ ശക്തി. വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മാത്രം ആർക്കും ജീവിതത്തിൽ ഭാഗ്യം ലഭിക്കില്ല. കൃത്യമായ പ്ലാനിങ്ങോടെ കർമ്മനിരതരാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും അത് നേടാനായി നിരന്തരം വിശ്രമമില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യുക. പരാജയങ്ങളെ ഭയപ്പെടരുത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. പലരും പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ മടിക്കുന്നത് മറ്റുള്ളവർ എന്തു വിചാരിക്കും, പരാജയപ്പെടുമോ എന്നൊക്കെയുള്ള അനാവശ്യ ഭയം കാരണമാണ്. എന്നാൽ പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള ഏറ്റവും മികച്ച ചവിട്ടുപടികളാണ് എന്ന് മനസ്സിലാക്കുക. ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് പൂർത്തിയാക്കുന്നതുവരെ അതിൽ ഉറച്ചു നിൽക്കുക. കഠിനാധ്വാനത്തിന് പകരമാകാൻ ലോകത്ത് മറ്റൊരു ഭാഗ്യത്തിനും കഴിയില്ല. നിങ്ങൾ എത്രത്തോളം അധ്വാനിക്കുന്നുവോ അത്രത്തോളം ഭാഗ്യം നിങ്ങളുടെ പിന്നാലെ വരും. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ചിന്തകൾ മറ്റുള്ളവർക്കും ഒരു വലിയ പ്രചോദനമായേക്കാം. ജീവിതം എന്നത് ഒരുപാട് സാധ്യതകൾ നിറഞ്ഞ ഒരു വലിയ സമുദ്രമാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള മത്സ്യങ്ങളെ പിടിക്കാൻ നിങ്ങൾ വലയുമായി കാത്തിരിക്കണം. വെറുതെ കരയിലിരുന്നു കൊണ്ട് കടലിലെ ഏറ്റവും മികച്ച മീൻ എന്റെ മടിയിലേക്ക് തനിയെ ചാടുമെന്ന് വിചാരിക്കുന്നത് വലിയ വിഡ്ഢിത്തമാണ്. വലയെറിയുക. പുതിയ സ്ഥലങ്ങളിൽ പോയി മീൻ പിടിക്കാൻ ധൈര്യപൂർവ്വം ശ്രമിക്കുക. മീൻ പിടിക്കുന്ന പുതിയ പുതിയ തന്ത്രങ്ങൾ പഠിച്ചെടുക്കുക. ഇതെല്ലാം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്.
ഭാഗ്യം എന്നത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു മാന്ത്രിക വിദ്യയല്ല. അത് നിങ്ങളുടെ നിരന്തരമായ പരിശ്രമത്തിന്റെയും നിങ്ങളുടെ പോസിറ്റീവ് മനോഭാവത്തിന്റെയും നിങ്ങളുടെ കൃത്യമായ തയ്യാറെടുപ്പിന്റെയും ഒരു പ്രതിഫലനം മാത്രമാണ്. ഓർക്കുക, ഭാഗ്യമെന്നത് വെറുതെ കാത്തിരുന്ന് ലഭിക്കേണ്ട ഒന്നല്ല. അത് അന്വേഷിച്ച് കണ്ടെത്തി സ്വന്തമാക്കേണ്ട ഒന്നാണ്. ഇന്നത്തെ ദിവസം മുതൽ നിങ്ങളുടെ ചിന്താരീതി മാറ്റുക, പ്രവർത്തിക്കാൻ തുടങ്ങുക. അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വലിയ വിജയങ്ങൾ നിങ്ങളുടെ സ്വന്തമാകട്ടെ.